ഇവൻ വെറും അഴുക്കപ്പയലാണ്, ഇവൻ തന്തേക്കാൾ മോശമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പുരുഷന്മാരെ, ഗജകേസരികളെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. വേറൊന്നുമല്ല, അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു ഭാര്യ ഭർത്താവിൽ നിന്നും ചെലവിന് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. സ്വാഭാവികം. കോടതി എടുത്ത് ബാക്ക് ഫയൽ നോക്കിയപ്പോഴാണ് എൻ്റെ കോടതി കണ്ണു തള്ളിപ്പോയി. കാരണം എന്താണെന്നറിയാം, ഈ ചെലവിന് കിട്ടണമെന്ന് പറഞ്ഞ ഭാര്യയുടെ അച്ഛനും ഈ ഭാര്യയുടെ സഹോദരനും കൂടി കുറച്ച് നാൾ മുമ്പ്, ഇയാളൊരു ഹോമിയോപ്പതി ഡോക്ടറാണ്, അയാളുടെ ക്ലിനിക്കിൽ പോയി ക്ലിനിക്കെല്ലാം കൂടെ അടിച്ച് തകർത്തിട്ട് ഒരു തോക്കെടുത്തിട്ട് അവൻ്റെ നട്ടലിന് തന്നെ ഒരൊറ്റ വെടി. അവൻ നട്ടലുള്ള ആളാണെന്ന് അവന് മനസ്സിലായി. ആ നട്ടല് തകർത്താലേ അവൻ എന്തെങ്കിലും നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒരൊറ്റ വെടി അവൻ കിടപ്പിലായിപ്പോയി. എഴിച്ചടക്കാൻ വയ്യാത്ത, ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ വയ്യാതെ, മലമൂത്ര വിസർജനത്തിന് പോലും വേറൊരാളുടെ സഹായം തേടിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനിൽ നിന്നാണ് ചെലവിന് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്. കോടതി പറഞ്ഞ് നിങ്ങൾ കാരണം അയാളുടെ ഏണിംഗ് കപ്പാസിറ്റി നഷ്ടപ്പെട്ടിട്ട് അയാൾ നിങ്ങൾക്ക് ചെലവിന് തരണമെന്ന് പറയുന്നത് കോടതി യാതൊരു വിധത്തിലും അംഗീകരിക്കാവുന്നതല്ല എന്ന് കോടതി കറക്റ്റായിട്ട് പറഞ്ഞു. അണ്ണാ, ഇവളുമാരും ഒന്ന് നമ്മുടെ കൂമ്പിനും നെഞ്ചത്തും വന്ന് വെടിവെച്ചാൽ മാത്രമേ കോടതി ഇങ്ങനെ പറയുള്ളൂ. അങ്ങനെ അല്ലടേ. നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്, നിങ്ങളുടെ ഭാര്യ മുതലാളി എടുത്ത് വന്ന് പറയാണ്, അണ്ണാ ഇവൻ വെറും അഴുക്കപ്പയലാണ്, അഴുക്കച്ചെറുക്കൻ, തന്തേക്കാൾ മോശം, മറ്റതാണ്, ഇവൻ മറിച്ചതാണ്, അവൻ തേങ്ങാക്കൊലയാണ്, മാങ്ങാത്തൊലയാണെന്ന് പറഞ്ഞ് സഹി ഇട്ടിട്ട് മുതലാളി നിങ്ങളുടെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. നിങ്ങൾക്കുള്ള കപ്പാസിറ്റി പോയി, ഏണിംഗ് കപ്പാസിറ്റി പോയി, ആകെപ്പാടുണ്ടായിരുന്ന വരുമാനം പോയി. എന്നിട്ട് ഇവളുമാർ കൊണ്ടുവന്നിട്ട് ചെലവിന് കിട്ടണമെന്ന് പറഞ്ഞ് കോടതി കൊടുത്താൽ നിങ്ങൾ കോടതിയിൽ തെളിവ് സഹിതം പറയണം, ഈ അലവിലാതി കാരണമാണ് എൻ്റെ ജോലി പോയെന്ന്. അങ്ങനെയാണെങ്കിലും നിങ്ങൾ ചെലവിന് കൊടുക്കണ്ട. ഒരു ഭർത്താവ് വയ്യാതെ കിടക്കുകയാണ്, അയാൾക്ക് ഏണിംഗ് കപ്പാസിറ്റി ഇല്ല, ഭാര്യയ്ക്ക് നല്ല ഏണിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഭർത്താവിന് ഹിന്ദു മാരേജ് ആക്ട് 24 അനുസരിച്ചിട്ട് ഭാര്യയിൽ നിന്ന് ചെലവിന് കിട്ടാനായിട്ട് കേസ് കൊടുക്കാം. അങ്ങനെ ഏതെങ്കിലും ഭർത്താക്കന്മാർക്ക് എണീച്ചടക്കാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും മടിക്കണ്ട, നിങ്ങൾ നേരിട്ട് കേസ് കൊടുത്തോളൂ. അപ്പോൾ വിചാരിക്കും, കിട്ടുമോ സാറേ? ഇടയിൽ ഭാര്യമാർ കൊടുക്കുന്ന എല്ലാ കേസിലും ചിലവർ അനുവദിക്കുന്നുണ്ട്. ഇല്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻകപ്പാസിറ്റി ഉണ്ടെങ്കിൽ, അതായത് ഏണിംഗ് കപ്പാസിറ്റി കുറവാണെങ്കിൽ നിങ്ങൾ കൊടുത്തു വെക്ക്. ബാക്കിയൊക്കെ കോടതിയും തെളിവും വക്കീലന്മാരും ജഡ്ജിയൊക്കെ തീരുമാനിക്കും. ഇവളമാരെയൊന്നും അങ്ങനെ വിട്ടാൽ പറ്റൂല.